നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മാഷേട്ടനില്ലേ? ഉണ്ടല്ലോ. ഒന്ന് കാണണമായിരുന്നു. ഒരു പേഷ്യൻ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കാണാം. ഈ മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ആ പൊന്നുമണിയോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇരിക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തുപറ്റി? അസുഖം വല്ലതുണ്ടോ? ഒറ്റയ്ക്കിരിക്കാൻ വയ്യ, അതാണ് എന്റെ പ്രശ്നം. തനിച്ചായതുപോലെ. തനിച്ചല്ലല്ലോ, ഞങ്ങളൊക്കെ ഇല്ലേ? ഉണ്ട്, എന്നാലും എനിക്ക് മാത്രമായിട്ട് ഒരാളില്ലല്ലോ. അത് വരുമല്ലോ, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പറ്റിയ ഒരാളെ കണ്ടെത്തിയ പൊന്നുമണിയെ ഞങ്ങൾ അറിയിക്കും. പൊന്നുമണി ഓക്കെ ആണെങ്കിൽ കല്യാണം നടക്കും. ഇനിയും ഒരു പരീക്ഷണത്തിന് നിൽക്കണോ മാഷേട്ടാ? ഒന്നല്ല 2 തവണയെ ഞാൻ നാണം കെട്ടത്. ഇനിയും അതുപോലൊരവസ്ഥ ഉണ്ടായാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഏയ്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ശരവണന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയത് പൊന്നുമണിക്ക് മാത്രമാണ്. ഞങ്ങൾ തന്ന മുന്നറിയിപ്പ് പൊന്നുമണി അവഗണിച്ചു. രക്ഷപ്പെടണമെന്ന് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവില്ലേ? അതിനുവേണ്ടി ഞാൻ നടത്തിയ ശ്രമമായിരുന്നു, അത് പാളിപ്പോയി. സാരമില്ല, എല്ലാം ശരിയാവും. ഞാനിവിടെ ഇടയ്ക്ക് വരുന്നുണ്ട്. മാഷേട്ടിന് പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? പൊന്നുമണിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. പക്ഷേ അക്ഷരേച്ചിക്ക് അത് ഇഷ്ടാവില്ല. ഹേയ്, അവൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ടാണോ റോഡിൽ വെച്ച് എന്നോട് വഴക്കിടാൻ വന്നത്? അക്ഷരയോ? റോഡിൽ വെച്ചോ? എന്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെട്ടാ ഞാനത് സഹിക്കില്ല. അത് പറഞ്ഞേക്കൊന്നു. എന്താ ഉണ്ടായത്? അതൊക്കെ നേരിട്ട് ചോദിച്ചാൽ മതി. എന്നാ ഞാൻ പോട്ടെ. ഹലോ, തങ്കച്ചിയാണ് സാറേ. അറിയാം. എന്തറിയാന്ന്? ഒന്നും അറിയില്ല. അറിയാൻ പോകുന്നതേ ഉള്ളൂ. തൻ്റെ മകള് തന്നെക്കാളും കുഴപ്പക്കാരിയാണല്ലോ ജയശങ്കറെ. അല്ലെങ്കിൽ അവള് പൊന്നുമണിയായിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കുമോ? അതും നടുറോടി വെച്ച്. എൻ്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല. എടോ ജയശങ്കറെ, എന്നെ കൊണ്ട് പുളിച്ച ചീത്ത വിളിപ്പിക്കരുത്. തൻ്റെ മകളുടെ മഹത്വമൊന്നും താൻ എന്നെ പഠിപ്പിക്കാൻ വരരുത്. എനിക്കെല്ലാം അറിയാം, എല്ലാ അഴിഞ്ഞാട്ടങ്ങളും. ഒന്നും ഞാൻ പറയാത്തത് തന്നെ ഓർത്ത് മാത്രമാണ്. സൂക്ഷിച്ചോ, എന്നെപ്പോലെ അല്ല പൊന്നുമണി. ഒരു ദയയും ഉണ്ടാവില്ല. നീ എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട. പൊന്നുമണി നിരഞ്ജന്റെ ബന്ധുവാണ്. അവളെ ഉപദേശിച്ച് നേരെയാക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റെ മോൾക്കുണ്ട്. അവളത് ചെയ്യും. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിലേ മകളോട് എന്തും ചെയ്തോളാൻ പറ. എനിക്കറിയാവുന്ന ഒരാളാണെന്ന് കരുതിയ വിവരം തന്നോട് വിളിച്ച് പറയാമെന്ന് കരുതിയോ? തനിക്കത് ബോധിക്കുന്നില്ലെങ്കിൽ താനും തൻ്റെ മകളും കൂടെ എന്ത് വേണമെങ്കിലും അയക്കും. എനിക്കെന്താ? എന്തായാലും അധികം വൈകാതെ ഒരു ശുഭവാർത്ത തന്നെ തേടിയെത്തും.
നിന്റെ ഭാഗത്ത് നിന്ന് ശുഭവാർത്തയോ? തമാശ പറയല്ലേ? എടോ ജയശങ്കറെ, തന്നെ ഉപദ്രവിച്ച തനിക്കത് കൊള്ളില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. തനിക്ക് നോവണമെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നോവണം. ആ നോവിൻ്റെ ചൂട് വൈകാതെ തന്നെ താൻ അറിയും. സീതാലക്ഷ്മി, നീ അതിന് നിൽക്കണ്ട. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്കായിട്ട് തന്നെ തീർക്കാം. അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിച്ചു വരുത്താൻ എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമല്ല. അഹിംസയൊന്നും ഞാനിപ്പോൾ കൂടെ കൊണ്ടു നടക്കുന്നില്ല. ഒരു കവിളത്തടിച്ചാൽ അടിച്ചവൻ്റെ 2 കവിളും അടിച്ചു പൊട്ടിക്കണം. അതാ ഇപ്പോഴത്തെ എൻ്റെ നയം. അതുകൊണ്ട് നീ എന്തിനെങ്കിലും ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഉപദേശിച്ചതിന് നന്ദി. എന്തൊക്കെ അനുഭവങ്ങളുണ്ടായാലും പഠിക്കാത്ത ചിലരുണ്ട്. അക്കൂട്ടത്തിൽ പെടും അക്ഷരയിൽ. വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടായിരിക്കും ആ പൊന്നുമണിയായിട്ട് വഴക്കുണ്ടാക്കാൻ പോയത്. അത് നടുറോഡിൽ വെച്ച്. എത്ര പറഞ്ഞാലും കേൾക്കില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? എന്തായിരുന്നു റോഡിൽ വെച്ച് പൊന്നുമണിയായിട്ട്? അവള് നന്നാവാനൊന്നും പോകുന്നില്ല. അതിന് ശ്രമിക്കാതിരിക്കുന്നതാ നല്ലത്. വേറെ ആരാണെങ്കിലും എന്റെ രക്തം തിളക്കില്ലായിരുന്നു. ഇത് ശരത്ത്. അവനുമായിട്ട് അവൾക്ക് എന്താ ബന്ധം? ശരത്തുമായിട്ടോ? അവളോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത് തന്നെയാ എനിക്കും തോന്നിയത്. ഞാനത് ചോദിച്ചപ്പോ അവള് തട്ടിക്കേറി. എനിക്ക് ദേഷ്യം വന്നു. ഞാനും തിരിച്ചു പറഞ്ഞു, സൂക്ഷിക്കണം അവളെ. ഇപ്പോഴും അവള് തെറ്റായ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം അവളോട്. ഒരനുഭവം കൊണ്ട് പഠിച്ചില്ലല്ലോ എന്നാ എന്റെ സങ്കടം. ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ ശരത്ത്. അവൻ ഇവളെ എന്തിനൊക്കെ ഉപയോഗിക്കുമെന്ന് ആർക്കറിയാം? ഞാൻ സംസാരിക്കാം. ചിലപ്പോ റോഡിൽ വെച്ച് യാദൃശികമായിട്ട് കണ്ടതായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇതിലെന്തോ ഒരു ചതി ഞാൻ മണക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ക്ലിനിക്ക് ഒന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ സാർ? അത് സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്താ സാർ? ഞങ്ങൾക്ക് ഈ ക്ലിനിക്ക് ഒന്ന് സെർച്ച് ചെയ്യണം. സാർ, ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ ക്ലിനിക്കിനൊരു ഗുഡ് വിലുണ്ട്. അത് തകർക്കാനാണോ നിങ്ങളുടെ ശ്രമം? ഞങ്ങൾക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സെർച്ച്. ഈ ക്ലിനിക്കിൽ മയക്കുമരുന്ന് വിൽക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം.